നമുക്കിന്ന് ഒരു ഡെബിറ്റ് നോട്ട് അല്ലെങ്കിൽ ക്രെഡിറ്റ് നോട്ട് എങ്ങനെ എൻ്റർ ചെയ്യുമെന്ന് നോക്കാം. ഇത് സാധാരണഗതിയിൽ നമുക്കിപ്പോൾ ഒരു പർച്ചേസ് ചെയ്തു, നമ്മളൊരു സപ്ലയറുടെ നിന്ന് കുറച്ച് ഐറ്റം പർച്ചേസ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് അവർ ചിലപ്പോൾ ഒരു സ്കീം നേരത്തെ ചിലപ്പോൾ സ്കീം അനൗൺസ് ചെയ്തിട്ടുണ്ടാവും, പക്ഷേ അത് കുറച്ച് നാൾ കഴിഞ്ഞിട്ടായിരിക്കും ആ സ്കീം അവർ തരുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ യൂഷ്വലി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ക്രെഡിറ്റ് പർച്ചേസാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ സപ്ലയറിന് പൈസ കൊടുക്കാനുണ്ടാവും. പിന്നെ ഇവർ ഈ സ്കീം അനൗൺസ് ചെയ്യുന്ന സമയത്ത് ആ സ്കീമിൻ്റെ എമൗണ്ട് കുറച്ച് ബാക്കി എമൗണ്ട് നമ്മൾ അവർക്ക് കൊടുത്താൽ മതി. അപ്പോൾ അങ്ങനെ വരുന്ന കേസുകൾ ഇപ്പോൾ ചിലപ്പം ചില സാധനങ്ങളുടെ മാർക്കറ്റിലെ പ്രൈസ് കുറയും. ഇപ്പോൾ സപ്ലയറുടെ നമ്മൾ നേരത്തെ സാധനം എടുത്തു പോയി, ഇപ്പോൾ 10,000 രൂപയ്ക്ക് ഒരു സാധനം നമ്മൾ സപ്ലയറുടെ നിന്ന് എടുത്തു, നമ്മുടെ സ്റ്റോക്കിലിരിപ്പുണ്ട്, കുറച്ച് സാധനം വിറ്റുപോയി, ബാക്കി നമ്മുടെ സ്റ്റോക്കിലിരിപ്പുണ്ട്. പക്ഷേ മാർക്കറ്റിൽ പ്രൈസ് കുറഞ്ഞു. അപ്പോൾ സപ്ലയർ പറഞ്ഞിട്ടുണ്ടായിരുന്നു മാർക്കറ്റിൽ പ്രൈസ് വേരിയേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ അവർ ഡെബിറ്റ് നോട്ട് തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് ഡെബിറ്റ് നോട്ട് തന്നു. ഇപ്പോൾ 2,000 രൂപ മാർക്കറ്റിൽ കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ 2,000 രൂപയുടെ ഡെബിറ്റ് നോട്ട് തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും ഈ സപ്ലയറിന് 10,000 രൂപ കൊടുക്കാനുണ്ടായിരുന്ന സ്ഥലത്ത് 8,000 രൂപ ഇനി കൊടുത്താൽ മതി. അപ്പോൾ അതിനൊരു വാലിഡ് ഡോക്യുമെൻ്റ് വേണം. അവരുടെ അക്കൗണ്ടിൽ നമുക്കത് കുറയ്ക്കണം. GST ഡിപ്പാർട്ട്മെൻറ്റുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസിന് ഇതിൻ്റെ ഡോക്യുമെൻ്റ് ആവശ്യമായിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രൂഫ് നമുക്ക് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കിത് ഈ ഓപ്ഷൻ യൂസ് ചെയ്യാം, ഡെബിറ്റ് നോട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഒരു സ്കീമുണ്ട്. നിങ്ങൾ 10 എണ്ണം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ 1,00,000 രൂപയ്ക്ക് ഒരുമിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര സ്കീം തരാം എന്ന് പറഞ്ഞ ഒരു സ്കീം തരുന്നുണ്ടാവും. ചിലപ്പോൾ ചില സാധനങ്ങൾ നമ്മൾ ഇത്ര എണ്ണം വിൽക്കുകയാണെങ്കിൽ, നമ്മൾ മേടിച്ച സാധനം ഇത്ര എണ്ണം വിൽക്കുകയാണെങ്കിൽ ഇത്ര സ്കീം തരാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെ പലതരത്തിൽ നമുക്ക് സപ്ലയറുടെ നിന്ന് നമുക്ക് ഇങ്ങോട്ട് എമൗണ്ട് കിട്ടുകയാണെങ്കിൽ, നമുക്കൊരു ഇൻകം എക്സ്ട്രാ വരികയാണെങ്കിൽ അത് ഉൾക്കൊള്ളിക്കാനാണ് നമ്മൾ ഡെബിറ്റ് നോട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ സപ്ലയർ ഒരു ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്യുന്നുണ്ടാവും. അതിന് അഗെയിൻസ്റ്റ് ആയിട്ടായിരിക്കും നമ്മളിത് നമ്മുടെ സിസ്റ്റത്തിലും കാണിക്കുന്നത്. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അക്കൗണ്ട്സിൽ ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. ഇത് ചൂസ് ചെയ്യുക. ഒരു ചെറിയ വിൻഡോ വരും. ഇതിൽ നമുക്ക് നമ്മുടെ സെയിൽസ് വിൻഡോയിലൊക്കെ കാണുന്ന പോലെ തന്നെ ഡിഫറെൻറ്റ് സീരീസൊക്കെ സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ B2C ആയിട്ട് ചെയ്യാം, B2B ആയിട്ട് ചെയ്യാം, അങ്ങനെ പല സീരീസിലൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു ഡോക്യുമെൻറ്റ് നമ്പർ ഉണ്ടാവും. നമ്മളിപ്പോൾ ഡെബിറ്റ് നോട്ടാണ് ചെയ്യാൻ പോകുന്നത്. ഡെബിറ്റ് നോട്ടെന്ന് കൊടുത്തു. ആരാണ് നമുക്ക് തരുന്നത്? സപ്ലയറാണ് തരുന്നത്. അപ്പോൾ സപ്ലയർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്തു. ഞാനിപ്പോൾ ഇവിടെ ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് പറയുന്ന സപ്ലയർ സെലക്ട് ചെയ്തു. ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സെലക്ട് ചെയ്തു. ഇവിടെ നോട്ട് എഗെയിൻസ്റ്റ് എന്താണ്, ഇപ്പം എന്ത് രീതിയിലാണ് നമുക്ക് ഈ ഇൻകം വന്നതെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് സ്കീമായിരിക്കാം, ചിലപ്പോൾ പ്രൈസ് ഡ്രോപ്പ് ആയിരിക്കാം, അങ്ങനെ പല ഇതുണ്ടാവാം. അപ്പോൾ നമുക്ക് തൽക്കാലം സ്കീം അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ട്, അതിലേക്ക് കൊടുക്കാം. സ്കീം ഫ്രം അതേഴ്സ് എന്ന് പറഞ്ഞൊരു ഹെഡ് ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിലേക്കാണ് കൊടുക്കുന്നത്. അതിലെന്തെങ്കിലും റെഫറൻസ് നമ്പർ ഉണ്ടെങ്കിൽ, അവരുടെ ക്രെഡിറ്റ് നോട്ട് നമ്പർ ഉണ്ടെങ്കിൽ ആ ക്രെഡിറ്റ് നോട്ട് നമ്പർ നമുക്കിവിടെ റെഫർ ചെയ്യാം. ഇനി ഏതെങ്കിലും പർട്ടിക്കുലർ പ്രോഡക്റ്റിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് ഇത് തന്നിരിക്കുന്നതെങ്കിൽ നമുക്ക് ആ പ്രോഡക്റ്റ് വേണമെങ്കിൽ നമുക്കിവിടെ കാണിക്കാം. അപ്പോൾ ഇവിടെ ഈ ഐറ്റത്തിൻ്റെ ലിസ്റ്റൊക്കെ വരും. ആ ലിസ്റ്റിൽ നിന്ന് വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. ഇത് സ്റ്റോക്കുമായിട്ട് ഇതിന് യാതൊരു ബന്ധവുമില്ല, നമുക്ക് റെഫറൻസിന് വെക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. എത്ര ക്വാണ്ടിറ്റിക്കാണ് ഇത് തരുന്നതെന്നുള്ളതും നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാം. ദെൻ എമൗണ്ട് എത്രയാണ് അവർ തരുന്നത്. ഇപ്പോൾ നമുക്കൊരു 1,00,000 റുപ്പീസാണ് അവർ തരുന്നതെന്ന് വെച്ചാൽ 1,00,000 റുപ്പീസ് എന്ന് കൊടുത്തു. ഇത് GST ആപ്ലിക്കബിൾ ആണോ എന്നുള്ളതാണ് ചോദിക്കുന്നത്. ഇപ്പം ചില കേസിൽ നമുക്ക് GST ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ചിലതിൽ നമുക്ക് ടാക്സബിൾ വാല്യൂവിന് മാത്രം ഇൻക്രീസും ഡിക്രീസും വരുന്ന കേസുകളും ഉണ്ട്. അപ്പോൾ ഇതിന് ഞാനിപ്പോൾ തൽക്കാലം ടാക്സിൻ്റെ ആസ്പെക്റ്റ് കൊടുക്കുന്നില്ല. ഉണ്ടെങ്കിൽ നമുക്കിവിടെ ടാക്സ് പെർസെൻറ്റേജ് ഏത് പെർസെൻറ്റേജ് ആ പെർസെൻറ്റേജ് സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ എമൗണ്ട് നമുക്കിവിടെ കാൽക്കുലേറ്റ് ആയി വരും. ഇല്ലെങ്കിൽ നമുക്കിവിടെ 0 കൊടുത്ത് പോകാം. അതിൽ എന്തെങ്കിലും റിമാർക്സ് കൊടുക്കാനുണ്ടെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട റിമാർക്സ് കൊടുക്കാം. ഇന്ന കേസിനാണ് ഇത് കിട്ടിയത് എന്നുള്ള ഒരു റിമാർക്സ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. പ്രൈസ് ചേഞ്ച്, പ്രൈസ് ചേഞ്ച് ഞാൻ കൊടുത്തു. ദെൻ ആഡ് പ്രസ് ചെയ്യുക. ആഡ് പ്രസ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിലേക്ക് ഇത് ആഡ് ആവും. ഇനി ഇത് അവർ TDS പിടിച്ചിട്ടാണോ തരുന്നത് എന്നുണ്ടെങ്കിൽ, നമുക്ക് TDS പിടിക്കണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ TDS പിടിക്കാനുള്ള ഓപ്ഷനുണ്ട്. നമുക്കിവിടെ ഇപ്പോൾ 2% ആണെങ്കിൽ നമ്മൾ 2% കൊടുത്തു കഴിഞ്ഞാൽ TDS 2,000 റുപ്പീസും ബാക്കി എമൗണ്ടും നമ്മുടെ സപ്ലയറുടെ ഇതിൽ നിന്ന് കുറയും. ബാക്കി നമുക്ക് TDS ആയിട്ട് പോയി കിടക്കും, അതിൻ്റെ അക്കൗണ്ട് ഹെഡിലേക്ക് പോയി കിടക്കും. ഇത്രയും ചെയ്യുക, സേവ് ചെയ്യുക. ഇതിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എടുക്കാം. അതിന് റിവൈസ്ഡ് ഇൻവോയ്സിൻ്റെ ഒരു ഡോക്യുമെൻറ്റ് ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റിൽ നമുക്ക് പ്രിൻറ്റും കിട്ടുന്നതായിരിക്കും. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട് നമ്മൾ കാണുന്നത്
അക്കൗണ്ട്സിൽ പോയിട്ട് അക്കൗണ്ട്സ് റിപ്പോർട്ട്സിൽ നമുക്ക് ഡെബിറ്റ് ക്രെഡിറ്റ് നോട്ട് സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞ റിപ്പോർട്ടുണ്ട്. ഇതിൽ നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ നമുക്ക് 1-ാം തീയതി മുതൽ 1/1 മുതൽ ഇന്ന് വരെ ഡെബിറ്റ് നോട്ട് എന്തൊക്കെ വന്നിട്ടുണ്ടെന്ന് നോക്കാം. റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ പീരീഡും ഡേറ്റ് കാണിക്കും. ഏത് സപ്ലയറുടെ നിന്നാണ് നമുക്ക് വന്നത്, എന്തിന് എഗെയിൻസ്റ്റ് ആയിട്ടാണ് വന്നത്, എന്തിനു വേണ്ടിയിട്ടാണ് അവർ ആ സ്കീം തന്നത്, എത്രയാണ് അതിൻ്റെ എമൗണ്ട്, അതിൻ്റെ റിമാർക്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ റിമാർക്സും ഇവിടെ കാണിക്കും. ഇതാണ് ഇതിൽ ഒരുമിച്ച് റിപ്പോർട്ട് എടുത്ത് കാണാനുള്ളൊരു ഫോർമാറ്റ്. ഇതിൽ തന്നെ നമുക്ക് പല രീതിയിൽ കാണാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് മാത്രം എത്ര സ്കീം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതാണ് ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നിന്ന് കിട്ടിയിരിക്കുന്ന സ്കീംസ്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഫിൽറ്ററും ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് കാണാം ഈ ഒരു പർട്ടിക്കുലർ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ അതേഴ്സ് എന്ന് പറഞ്ഞ ഇതിന് എത്ര കിട്ടിയിട്ടുണ്ട്, സ്കീം അതേഴ്സ് ആരുടെ നിന്നൊക്കെ നമുക്ക് സ്കീം അതേഴ്സ് കിട്ടിയിട്ടുണ്ടെന്നുള്ളത് നോക്കണമെങ്കിൽ ഇപ്പോൾ റെഡിങ്ടണിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്, ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൽ നിന്നും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ സ്കീം അതേഴ്സ് എന്ന് പറയുന്ന ഹെഡിലേക്കുള്ള ഇൻകം ആരുടെ നിന്നൊക്കെ വന്നിട്ടുണ്ടെന്നുള്ളത് നോക്കാം. ഇനി അക്കൗണ്ട് ഹെഡ് ഏത് സപ്ലയറുടെ നിന്നാണ് നമുക്ക് വന്നതെന്ന് നോക്കാം. ഇനി ഇവിടെ സപ്ലയറും കൂടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടറിൻ്റെ നിന്ന് സ്കീം ഫ്രം അതേഴ്സ് ആയിട്ട് നമുക്ക് എത്ര കിട്ടി അത് മാത്രമായിട്ടും കാണാം. ഇതിൻ്റെ നമുക്ക് എക്സലിലേക്ക് വേണമെങ്കിൽ എക്സ്പോർട്ട് ചെയ്യാം, ഡയറക്റ്റ് പ്രിൻറ്റ് ചെയ്യാം. ദെൻ ഇതിൻ്റെ അക്കൗണ്ട് ഹെഡ് നമുക്ക് നോക്കാം, ലെഡ്ജറിൽ എങ്ങനെ ഇത് എഫക്റ്റ് ചെയ്തെന്ന് നോക്കാം. ലെഡ്ജർ എടുക്കുക, ഇവിടെ ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുകയാണ്. ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടർ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ഇന്നിപ്പോൾ ഇട്ട എൻട്രി നമുക്ക് നോക്കാം. ക്യാമൽ ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് നമ്മൾ 5,55,215 രൂപ കൊടുക്കാനുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നമുക്കൊരു സ്കീം ഫ്രം മദേഴ്സ് വന്നു, 1,00,000 രൂപ വന്നു. ഇനി 4,55,215 രൂപ കൊടുത്താൽ മതി. ഇങ്ങനെയാണിത് ഇതിലേക്ക് എഫക്റ്റ് ചെയ്യുന്നത്. ഇപ്പോൾ നരേഷനും ഡിസ്ക്രിപ്ഷനും കൂടെ ടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും കൂടെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അത് പ്രൈസ് ചേഞ്ചിനെ ബേസ് ചെയ്തിട്ടാണ് അത് വന്നിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ കാണാൻ പറ്റും. ഇനി നമുക്ക് സ്കീം ഫ്രം അതേഴ്സിൻ്റെ ലെഡ്ജർ ഒന്ന് നോക്കാം. 1/1/24 മുതൽ സ്കീം ഫ്രം അതേഴ്സിൻ്റെ ലെഡ്ജർ നോക്കുമ്പോൾ 1/1 ഇത് മുതൽ അതിൻ്റെ ലെഡ്ജറിൽ നമുക്ക് അതുവഴി നമുക്ക് എത്ര എമൗണ്ട് വന്നിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. നമുക്കൊരു ജനറൽ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇങ്ങനെയാണ് നമ്മൾ ഡെബിറ്റ് നോട്ടും ക്രെഡിറ്റ് നോട്ടും ഒക്കെ എൻ്റർ ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ഡെബിറ്റ് നോട്ട് എൻ്റർ ചെയ്യുന്നത് കാണിച്ചത്. ഇതുപോലെ തന്നെയാണ് നമുക്ക് ക്രെഡിറ്റ് നോട്ടും എൻ്റർ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു സപ്ലയറാണ്, നമ്മുടെ ഡീലേഴ്സിന് ക്രെഡിറ്റ് നോട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ക്രെഡിറ്റ് നോട്ടൊന്ന് സെലക്ട് ചെയ്യും, കസ്റ്റമറെ സെലക്ട് ചെയ്യും, എന്നിട്ട് നമ്മളവിടെ കസ്റ്റമറിനെ ചൂസ് ചെയ്ത് ഡേറ്റ എൻ്റർ ചെയ്യും. ഇതാണ് അതിൻ്റെ പ്രോസസ്സ്. മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്ത് കണ്ടാൽ ഒരു ക്ലാരിറ്റി കിട്ടും. ഇല്ലെങ്കിൽ ഇൻഫോലാബിൻ്റെ കസ്റ്റമർ കെയർ നമ്പറിലേക്ക്, മുകളിൽ കാണുന്ന കസ്റ്റമർ കെയർ നമ്പറിലേക്ക് വന്നാൽ അവർ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തും കൂടെ തരും.